ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിവാഹം മുടങ്ങുന്നത് പല കാരണങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പൊ ആലപ്പുഴ ഹരിപ്പാട് 2 വർഷം മുൻപ് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങാൻ കാരണം വരന്റെ വീട്ടുകാരുടെ ചില ആവശ്യങ്ങളാണ്. കല്യാണം മുടങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പൊ അത് പോലീസിൽ പരാതിയായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് റോയ് കൊട്ടാരം. അറിയില്ല എത്ര പേര് ഈ ന്യൂസ് ശ്രദ്ധിച്ചു എന്ന്. കാരണം ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ വാർ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസസ് ആണ് നമ്മൾ ഡെയിലി കാണുന്നത്. കുറേ പേര് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ റിയാക്ഷൻ വരുന്നു, ഇങ്ങനെ കുറേ ന്യൂസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര പേര് ശ്രദ്ധിച്ചു അറിയില്ല. ഞാൻ നല്ല ശരിക്കും പറഞ്ഞാൽ ബെഡ് കിടക്കുമ്പോഴാണ് ഈ ന്യൂസ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് വിളിച്ചു ചോദിച്ചു, അച്ഛാ അതെന്ത് ന്യൂസാന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വലിയ ചെവി കൊണ്ടില്ല. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഈ ന്യൂസ് ഞാൻ കണ്ടു. അപ്പം കല്യാണം മുടക്കത്തിന് കാരണവും പിന്നെന്താ അത് കേസായി എന്നുള്ളത് അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും വലിയൊരു ടോപ്പിക്കാണ് കല്യാണം എന്ന് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ദ റീസൺ ഇസ് ഞാൻ ഒരു കല്യാണം കഴിക്കാത്തൊരു സ്ത്രീയാണ്. കല്യാണം കഴിക്കാൻ സോ കോൾഡ് പ്രായമായി നിൽക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റിലുള്ള ഒരു സിംഗിൾ ഗേളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സത്യം പറയാം, ഇപ്പോൾ ഒരു കല്യാണ പരിപാടിക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാലോ, ഈവൻ റീസെൻ്റ്ലി എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു ഇന്നലെ. അപ്പം ഞാൻ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ച ലിസ്റ്റിൽ, ഈവൻ ആ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലിസ്റ്റിൽ 3 ചോദ്യങ്ങളാണ് വന്നത്. ഇങ്ങനെ നിന്ന് നടന്നാൽ മതിയോ, നിനക്കും കെട്ടട്ടെ, എത്ര കാലമായിടി, എടി അമ്മി നിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? വാട്സപ്പിൽ പോലും കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ സ്വൈര്യമില്ല എന്ന് പറയുന്ന സത്യം. പിന്നെ പബ്ലിക്കിൻ്റെ കാര്യം പറയണ്ട. നമ്മളിപ്പോൾ ഒരു കല്യാണ പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫങ്ഷനോ അല്ലെ ഫാമിലി ആയിട്ട് ക്ലോസ് ആയിട്ട് പോവുകയാണെങ്കിലോ അല്ലെ ഫോൺ വിളിച്ച് തന്നെ ചോദിക്കും, എന്തായി കാര്യം, വല്ലതും ആയോ, തീരുമാനമായോ? പണ്ടത്തെ തലമുറ വെച്ച് നോക്കും ഇന്നത്തെ തലമുറയ്ക്ക് കല്യാണത്തിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പബ്ലിക് തന്നെയാണെന്ന് തോന്നും. കേട്ട് നമുക്ക് വരുന്നൊരു വെറുപ്പില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഗോൾഡിൻ്റെ ഒക്കെ ഒരു പോക്ക് എങ്ങോട്ടല്ലേ. ഇപ്പം എത്രയാ, 78ഓ 79ഓ 74ഓ? ഇനി അഥവാ മര്യാദയ്ക്ക് ഒരു കല്യാണം നടത്തിയാലോ അതിനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ലോ. എത്ര ഗോൾഡാ, എത്ര പൈസ വിരയിലുണ്ടായിരുന്നോ, എത്ര ആർഭാടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി ആർഭാടാക്കിയില്ലെങ്കിൽ വരുന്ന ചോദ്യം എന്താ, ആകെ ഒരു മാളാളെ കല്യാണം ഇങ്ങനെയാക്കി. കല്യാണം എന്ന് പറയുന്നത് അന്നും ഇന്നും ഇനി അങ്ങോട്ടും ഒരു കോമഡി തരുന്ന സാധനം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള തലമുറയിൽ കല്യാണം ഉണ്ടാവുമോ അല്ലെങ്കിൽ കല്യാണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമോ എന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പറഞ്ഞു കത്തിയടിക്കാണ്ട് നമുക്ക് ബാക്കി എന്താ ന്യൂസ് എന്ന് നോക്കാം. ആലപ്പുഴ ഹരിപ്പാടിന് സമീപം 2 വർഷം മുമ്പ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് വധു പിന്മാറിയത് വരന്റെ വീട്ടുകാരുടെ ഭീഷണി മൂലമാണെന്ന് കാണിച്ചാണ് വധുവിൻ്റെ അമ്മ ആലപ്പുഴ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് വളരെ കൗതുകരമാണ്. ഒരു വിവാഹമൊക്കെ മുടങ്ങാനായിട്ട് ചെറിയ കാരണങ്ങൾ മതി എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഈ കല്യാണം മുടങ്ങാൻ ചെറിയൊരു കാര്യം മതി. ചിലപ്പോൾ മേ ബി പുറമെ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ചെറിയ കാര്യമായിരിക്കും. അവർ എന്താ കടന്നു പോയെന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു ഉറപ്പിച്ച കല്യാണം ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ഇത് ഫ്രണ്ടോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കിത് ചെറുതായി തോന്നാം, പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്താ അനുഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുമോ? 2 വർഷം മുമ്പ് എൻഗേജ്മെൻറ്റ് നടത്തിയ ഒരു കല്യാണം, 2 വർഷത്തോളം അവർ ഡേറ്റ് ചെയ്തു. അതിന് ശേഷം അവർക്ക് തോന്നുകയാണ് ദിസ് റിലേഷൻഷിപ്പ് ഇസ് നോട്ട് ഗോണ വർക്ക് എന്ന് തോന്നുകയാണെങ്കിൽ അത് നിർത്തുന്നതല്ലേ നല്ലത്. വെറുതെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു 100 ഡിവോഴ്സ് കേസുകളുടെ ലിസ്റ്റിൽ ഒന്നാവണോ? എന്തായാലും നമുക്ക് അവരുടെ കാരണം എന്താണെന്നും കൂടെ നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസം വധുവിൻ്റെ വീട്ടിൽ തലേന്ന് ഹൽദി ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് വരൻ്റെ ബന്ധുക്കൾ എത്തുന്നത്. വരൻ്റെ ബന്ധുക്കളെത്തി വധുവിനോട് സ്വർണം അണിഞ്ഞ് വിവാഹത്തിന് ചടങ്ങിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ വരൻ ആത്മഹത്യ ചെയ്യും, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും എന്നൊക്കെ പറഞ്ഞതായി ഈ വധുവിൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നു. ഇതേ തുടർന്ന് പ്രശ്നമാവുകയും തുടർന്ന് ഇതെങ്ങനെയാ ചേട്ടാ ചെറിയ കാര്യമാവുക? സ്വർണ്ണം അണിഞ്ഞ് വന്നില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുക. അല്ല, വധു എന്തിടണം എന്നുള്ളത് വധുവിൻ്റെ ഇഷ്ടമല്ലേ? വരൻ്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ വധു കല്യാണത്തിന് ഒരുങ്ങുക? ഈവൻ ഹൽദി പരിപാടിക്ക് വന്നിട്ട് ആ പരിപാടി കൂടി പോകുന്നതിന് പകരം വധു പിറ്റേ ദിവസം ഗോൾഡ് ഇടുമോ എന്നുള്ള കണക്കാണോ അവരെടുക്കുന്നത്? അല്ലെങ്കിൽ വധു ഗോൾഡ് ഇട്ടില്ലെങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇവൻ ഭാര്യയുടെ സ്വർണം കണ്ട് ജീവിക്കുന്ന ആളാണോ?
അവനെ കെട്ടാത്ത എന്തുകൊണ്ടും നന്നായി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളൂ. ഈ ന്യൂസിൽ പറഞ്ഞതുപോലെ കാരണം ഇതാണെങ്കിൽ, കാരണം അവൻ സ്വർണ്ണം ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. ഈ ടേമിൽ നിന്ന് തന്നെ അറിഞ്ഞൂടെ, സ്വർണ്ണം ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. ഇവൾ കൊണ്ടു കൊടുത്ത സ്വർണം കുറവാണെങ്കിൽ അവൾ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കില്ലേ. ഇവൻ എത്ര സ്വർണത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളുടെ ചുരുൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വെറുതെ എന്തിനാ വീട്ടിൽ പോയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അന്ന് ഈ ഹൽദിക്ക് വന്ന സമയം പിറ്റേ ദിവസം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനൊരു സൈക്കോ ആണെന്നാ തോന്നുന്നത്. ആ കുടുംബക്കാരും ഒരു സൈക്കോ ആണെന്നാ തോന്നുന്നത്. അല്ലാണ്ട് ഇത് ഏതെങ്കിലും ആൾക്കാർ പറയുന്നൊരു റീസൺ ആണോ ഇത്? വരൻ ആത്മഹത്യ ചെയ്യും, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും എന്നൊക്കെ പറഞ്ഞതായി ഈ വധുവിൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നു. ഇതേ തുടർന്ന് പ്രശ്നമാവുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ചകൾ നടക്കുകയുമൊക്കെ ചെയ്യുന്നു. ഈ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വധു പറഞ്ഞത് തനിക്ക് ഇങ്ങനെ, അതായത് ഇങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ആഭരണവും ഒന്നും ധരിക്കാൻ സമ്മതിക്കാത്ത ഒരു വരനെ വേണ്ട എന്നുള്ള ഒരു കാര്യം വധു പോലീസിനെ അറിയിക്കുന്നത് അതാണ്. തുടർന്ന് വലിയ പ്രശ്നമാവുകയാണ് ചെയ്യുന്നത്. വരൻ്റെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തി, അതായത് ആത്മഹത്യ ചെയ്യും എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇമിറ്റേഷൻ ഗോൾഡൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വരൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ. നല്ലൊരു ഡിസിഷനാണ്. ഈ ഡിസിഷൻ ഒരിക്കലും തെറ്റു പറയുന്നില്ല. കാരണം നമ്മൾ പറയില്ല, അണ്ടിയോട് എടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി മനസ്സിലാവുക എന്നുള്ളത്. ചില ആൾക്കാരെ ഫസ്റ്റ് നോട്ടത്തിലൊന്നും നമുക്കൊരു മിസ്റ്റേക്ക് തോന്നിയില്ലെങ്കിൽ കുറച്ച് കാലം സംസാരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുക. ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വലാണ്. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് എൻ്റെതായ പോസിറ്റീവ്സ് ഉണ്ട്, എനിക്ക് എൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്. എൻ്റെ പോസിറ്റീവ്സും എൻ്റെ നെഗറ്റീവ്സും സിങ്ക് ചെയ്ത് പോകുന്ന എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്. എന്നാൽ സിങ്ക് ചെയ്യാൻ പറ്റാത്ത കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ സിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് മാച്ച് ചെയ്ത് പോവുക. അല്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇടി, തല്ല്, കുത്ത്, ചവിട്ട് എന്ന് പറയുന്ന സാധനം മാത്രമേ ഉണ്ടാവും. പിന്നെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇന്നത്തെ വിവാഹത്തിന് ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാനൊരു റിലേഷൻഷിപ്പ് കൗൺസിലറാണ്. ഞാൻ റിലേഷൻഷിപ്പ് കേസസ് ആണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. കാരണം പണ്ട് കാലങ്ങളിൽ ഭാര്യ എന്തുണ്ടാക്കിയാലും ഭർത്താവ് എന്തുണ്ടാക്കിയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭാര്യ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സഹിച്ച് കരഞ്ഞ് പിടിച്ച് വലിച്ചു നിൽക്കുന്നൊരു സിസ്റ്റമായിരുന്നു. പക്ഷെ ഇന്നത് ചേഞ്ച് ചെയ്തു. കാരണം ഇന്ന് എഡ്യൂക്കേറ്റഡ് ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് പുറത്ത് വരാം, എനിക്ക് സ്വയം ജീവിക്കാം എന്നൊരു തോട്ട് ഇന്നത്തെ സമൂഹത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ടോക്സിക് റിലേഷൻഷിപ്പ് ഇനി എത്ര കാലം ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പെണ്ണിൻ്റെ സ്വർണം കണ്ട് നീ ആണുങ്ങളൊന്നും കെട്ടാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നീ ഒന്നും കെട്ടണ്ട. നീ വീട്ടിലിങ്ങനെ പുര നിറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ആ കെട്ടുന്ന വീട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുത്തരും അത് കിട്ടിയിട്ട് ഞാനതാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ ഇതിൻ്റെ മുകളിലുള്ള ഈ സാധനം എന്തിനാന്ന് ഞാൻ ആലോചിക്കുക. സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ഗേളിനും അവരുടേതായ ഒരു മെച്യൂർഡ് സ്റ്റേറ്റ് ഉണ്ടാവും. അവിടെ അവർക്ക് തന്നെ ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ആഗ്രഹം തോന്നുകയാണ്, ദാറ്റ് ദേ നീഡ് എ പാർട്ട്ണർ ഇൻ ദെയർ ലൈഫ് എന്ന് തോന്നുമ്പോൾ മാരേജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമോ നിങ്ങളുടെ ഒരു ബേർഡനോ ആയി കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല. പിന്നെ കല്യാണത്തിന് നമ്മൾ വേറെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതിലുപരി ആ പെണ്ണും ആണും തമ്മിൽ എത്രത്തോളം ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഇൻറ്റിമസി ഉണ്ട്, അവർ തമ്മിൽ എത്ര കണക്ഷൻ ഉണ്ട് എന്ന് നോക്കണം. കാരണം നിങ്ങളിനിപ്പോൾ 10 കോടി രൂപ ചിലവാക്കിയിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടാലും ഇന്നത്തെ തലമുറയിൽ പെൺകുട്ടിക്ക് ആ ചെക്കനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ടല്ല പോകുന്നതെന്ന് തോന്നിയാൽ ഓഫ് കോഴ്സ് അവരിറങ്ങി നിങ്ങളുടെ വീട്ടിലോട്ട് തന്നെ വരും. സോ ബാക്കി പ്രൗഢികൾ കാണിക്കുന്നതിന് മുമ്പ് അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്ര സ്മൂത്താണ്, നന്നായി പോകുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ ഏതെങ്കിലും പെൺകുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉറപ്പിച്ച് വെച്ച കല്യാണമായിരിക്കും, വീട്ടുകാർ കണ്ടുപിടിച്ച കല്യാണമായിരിക്കും, കൈവിരളിൽ മോതിരം അണിഞ്ഞ കല്യാണമായിരിക്കും, എന്തൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ യു തിങ്ക് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് ഗൈ, അല്ലെങ്കിൽ ഇത് ഫ്രണ്ടോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് ഗോൺ ഹാപ്പൻ എന്നൊരു തോട്ട് നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ ഹദം ഹുദ എന്ന് പറഞ്ഞിട്ട് ബൈ പറഞ്ഞങ്ങ് പോയിക്കോളൂ. വെറുതെ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഡിവോഴ്സ് മാലികളോ പ്രശ്നങ്ങളിലോട്ടോ പോകാണ്ട് നിൽക്കാൻ സാധിക്കട്ടെ. കല്യാണം കഴിക്കാത്ത ഗേൾസ്, ഓർ കല്യാണം കഴിക്കാൻ പോകുന്ന ഗേൾസ്, ഓർ കല്യാണം കഴിച്ചിട്ടുള്ള ഗേൾസ്. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ച ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദ റീസൺ ഈസ് എൻ്റെ വീടിന് ചുറ്റും പച്ചപ്പും പ്രകൃതി രമണീയമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചീവീടുകളുടെ ശബ്ദം ഐ ക്യാൻ ഡു എനിത്തിങ്. ജസ്റ്റ് കേട്ട് നോക്കൂ.
കേട്ട് നോക്കുമെന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ അവർ കിടന്ന് മിണ്ടും. സോ ബൈ ഗൈസ്, കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ.